അവൻ്റെ ബലമേറിയ ശരീരം അവളിലേക്ക് ഒന്നുകൂടി അമർന്നു. അവൾ തട്ടിമാറ്റാനാവുന്നത് ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അവൻ അവളിലേക്ക് അമർന്നു. അവൾ അവൻ്റെ നഗ്ന നെഞ്ചിലേക്ക് നോക്കിക്കിടന്നു. അവൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന രുദ്രാക്ഷമാല അവളുടെ മൂക്കിന് തുമ്പിൽ കൂടി ഇഴഞ്ഞുകൊണ്ടിരുന്നു. കട്ടത്താടി, മീശ, ആരെയും മയക്കുന്ന ദൃഢമായ ശരീരവും പുഞ്ചിരിയും. അവൻ തീർക്കുന്ന പ്രണയം എന്ന മായാജാലത്തിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു അവൾ. അവൾ അവനെ തന്നിലേക്ക് സ്വീകരിക്കാൻ എന്നോണം കണ്ണ് അടച്ചു കിടന്നു. കുറേ നേരമായിട്ട് അനക്കമൊന്നുമില്ല എന്ന് അറിഞ്ഞ അവൾ കണ്ണു തുറന്നു നോക്കി. ആ സമയം തന്നെ അവൻ അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി കടിച്ചു നുണഞ്ഞു. അതിന് സ്നേഹത്തിൻ്റെ ചുംബനമല്ലായിരുന്നു, മറിച്ച് വാശിയുടെ തനിക്ക് സ്വന്തമായതിനെ ആർക്കും നൽകില്ല എന്നുള്ള വാശി ചുംബനമായിരുന്നു. അവൾ അവനെ സർവശക്തിയും എടുത്ത് തള്ളി മാറ്റി. നീ ആരാണെന്നാ നിന്റെ വിചാരം? നിന്റെ തൊലിവെളുപ്പ് കണ്ട് പുറകെ നടക്കുന്ന കുറേ പെൺപിള്ളാരെ നീ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ആദിക്യ ആ കൂട്ടത്തിലുള്ള അല്ല. ഒരു മീശയും താടിയും ഒരു ജിം ബോഡിയും. താൻ ഒന്ന് പോടോ. അവൾ അവനെ തട്ടിമാറ്റി റൂമിൽ നിന്നും ഇറങ്ങാൻ പോയി. പക്ഷേ അപ്പോഴതൊന്നും അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് കട്ടിലിൽ ഇട്ടിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖം ആകെ ഓടി നടന്നു. അവൻ മുഖം താഴ്ത്തി അവളുടെ കഴുത്തിൽ ചുംബനം നൽകി. അവൾ ഉമിനീർ ഇറക്കാൻ പോലും മറന്നു അവനെ അങ്ങനെ കിടന്നു. നീ പറഞ്ഞത് ശരിയാ, ഒരുപാട് പെൺപിള്ളാർ പുറകെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ രുദ്രൻ സ്നേഹിച്ച ഒരേ ഒരു പെണ്ണേ ഉള്ളൂ. അത് നീയാണ് ആദിക്ക്. രുദ്രഷിൻ്റെ മാത്രം ആദിക്യ. നീ അണിഞ്ഞിരിക്കുന്ന ഈ താലിയുടെ സീമന്തരേഖയിൽ സിന്ദൂരത്തിൻ്റെ അവകാശിയും ഈ രുദ്രൻ മാത്രമാണ്. അന്നേരം പോട്ടെ ആദിക്യ രുദ്രസ്. അത് പറഞ്ഞ് അവൻ ആ മുറി വിട്ട് ഇറങ്ങി. അവൾ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന താലിയിൽ മുറുകെ പിടിച്ചു. ഒരു തുള്ളി കണ്ണുനീർ അതിലേക്ക് പതിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. ആ വേദനയിൽ അവൾ പുഞ്ചിരിച്ചു. ചതിയിലൂടെ നേടിയെടുത്തതാണ് എന്നെ നിങ്ങൾ. യമ്മ രുദ്രാസ് മഹാദേവ്. താൻ ഈ ആദിക്യ കൃഷ്ണ ആരാണെന്ന് അറിയാൻ ഇരിക്കുന്നതേയുള്ളൂ. അവൾ മനസ്സിൽ ഇത് വിചാരിച്ചു. മുഖം അമർത്തി തുടച്ച് ആ മുറി വിട്ടിറങ്ങി. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അല്ലേ? നമ്മുടെ നായകൻ രുദ്രാസ് മഹാദേവ്.